അമിത ആത്മവിശ്വാസത്തോടെ അന്ന് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ആദ്യം തിരിച്ചടിക്കുകയാണുണ്ടായത്. UDF-ൽ നിന്നും TN പ്രതാപൻ പ്രതാപത്തോടെ ലോക്സഭയിലേക്ക് പോകുന്ന കാഴ്ചയാണ് 2019-ൽ കേരളം കണ്ടത്. പിന്നീട് എന്തിനുമേതിനും തൃശൂർ ഇങ്ങെടുക്കുക എന്നുള്ള പ്രയോഗം മലയാളികൾ ഉപയോഗിച്ചു. ട്രോളുകൾ നിറഞ്ഞു. ഒടുവിൽ ഒരിടത്തും ജയിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റ് അംഗമായി. ആർട്ടിക്കിൾ 80-ന്റെ ആനുകൂല്യത്തിൽ രാജ്യസഭാംഗമായി നിലനിർത്തിയപ്പോൾ എന്തെങ്കിലും കാണാതെയാവില്ല അത്തരമൊരു നീക്കം BJP നടത്തിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ടായി. ഔദാര്യത്തിന്റെ നോമിനേഷൻ എന്നുള്ള വിമർശനവും എതിർഭാഗത്തു നിന്നുയർന്നു. എന്തായാലും ഈ നോമിനേഷൻ സുരേഷ് ഗോപിക്ക് അമിത ആത്മവിശ്വാസത്തിന്റെ ഡബിൾ ബെല്ലാണ് നൽകിയത്. 2019-ൽ തോറ്റെങ്കിലും BJPയുടെ വോട്ട് നില 2014-നേക്കാൾ 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. 17.5% വർദ്ധിപ്പിച്ച് 2,93,822 വോട്ടാണ് സുരേഷ് ഗോപി നേടിയത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സീറ്റ് ഉറപ്പിച്ചു നൽകി. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയെങ്കിലും 40,457 വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ വീണ്ടും സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ തൃശൂർ എടുക്കും, വേണമെങ്കിൽ കണ്ണൂരും, ഡൽഹിയിലെ ഒരു നരേന്ദ്രൻ വിചാരിച്ചാൽ കേരളവും ഇങ്ങെടുക്കും. ഇത്തവണ പലതരത്തിൽ കളിയാക്കിയവരോടും സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ കൈകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തിയതോടെ സുരേഷ് ഗോപിയുടെ താരപരിവേഷത്തിന് കൂടുതൽ മികവുണ്ടായി. ശബരിമല വിഷയം കത്തിനിന്ന സാഹചര്യത്തിലാണ് 2019-ൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ പരീക്ഷിക്കാൻ BJP നേതൃത്വം തയ്യാറായത്. ശബരിമലയെപ്പറ്റി പ്രചാരണത്തിനിടെ ഒന്നും പറയരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയെങ്കിലും ആ വിഷയം ഉയർത്തി തന്നെയാണ് സുരേഷ് ഗോപി മുന്നേറിയത്. എന്നാൽ ഇക്കുറി തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം ശക്തമാക്കിയത്. എതിരാളികൾ ട്രോളി ഒരു വശത്താക്കിയെങ്കിലും തനി സിനിമാ സ്റ്റൈലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം. സ്ഥാനാർത്ഥിയെ കാണാനും സെൽഫി എടുക്കാനും ജനങ്ങൾ ഒത്തുകൂടി. എന്നാൽ ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന് BJPക്ക് പോലും സംശയമുണ്ടായി. സ്ത്രീകളുടെ പിന്തുണ നേടാനായതാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ. സ്ത്രീശക്തി സമ്മേളനവും സുരേഷ് ഗോപിക്ക് ഗ്രേസ് മാർക്കായി. ലൂർദ് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന് പിന്തുണയും ഉറപ്പാക്കാൻ കഴിഞ്ഞു. ചരിത്രത്തിലാദ്യമായി തൃശൂർ പൂരവും തിരഞ്ഞെടുപ്പ് വിഷയമായത് സുരേഷ് ഗോപിക്ക് അനുകൂലമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. ഏതായാലും പ്രബലരായ LDF സ്ഥാനാർത്ഥി സുനിൽകുമാറിനെയും UDF സ്ഥാനാർത്ഥി K മുരളീധരനെയും പിന്തള്ളി തൃശൂരിലൂടെ സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.